അപ്പോൾ കുറേ ദിവസമായി വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മഴക്കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എനിവേ അതുകൊണ്ട് യാത്രകളൊന്നും അങ്ങോട്ട് മര്യാദയ്ക്ക് നടക്കുന്നില്ല. ഞാൻ എന്തായാലും ഇടുക്കിയിൽ നമ്മുടെ ഒരു 2 ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകാനാണ് പ്ലാന്. നമ്മളങ്ങനെ കളമശ്ശേരി എത്തി കേട്ടോ. ഇപ്പോൾ കുറച്ച് മഴ കുറഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ ആലുവയിലെത്തി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു ആലുവ ടൗണിൽ. ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ടല്ലോ, അതിനടിയിലായിട്ട് ബൈക്കുകളൊക്കെ ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. കോതമംഗലം മുടിഞ്ഞ മഴയാണ്. രാത്രി ഏകദേശം 7-7:15. ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്ത ബസ് കയറിപ്പോണം. നമ്മൾ രാജാക്കാടിനുള്ള ബസ് കയറി കേട്ടോ. ഇതിപ്പോൾ നേരിമംഗലം പാലത്തിൻ്റെ അവിടെ കയറാനുള്ള ബ്ലോക്ക് ആട്ടോ ഈ കാണുന്നത്. ഇവിടെ എപ്പോഴും തന്നെ ഇങ്ങനെ ബ്ലോക്ക് ഉള്ളതാട്ടോ. ഒറ്റ വണ്ടിക്ക് പോകാൻ മാത്രമുള്ള വീതി മാത്രമേ ഉള്ളൂ ഈ പാലത്തിന്. അതുകൊണ്ടാണ് ഇത്ര ബ്ലോക്ക് വരുന്നത്. പാരലായിട്ട് അപ്പുറത്തൊരു പാലം പണിയുന്നുണ്ട്, പക്ഷേ ഇത് എന്ന് തീരും എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. നേരിമംഗലത്ത് നിന്ന് അടിമാലിക്ക് പോകുന്ന ഈ ഹൈവേ പണി നടക്കുന്നതുകൊണ്ട് കുറേ ഭാഗങ്ങളൊക്കെ കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നത്. ഈ നേരിമംഗലം ഫോറസ്റ്റിൽ എപ്പോഴും തന്നെ ഇതുപോലെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഒരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പെടും ശരിക്കും. നമ്മൾ വരണ്ട വഴി ബ്ലോക്കായിട്ട് പൊന്മുടി ഡാമിൻ്റെ മണ്ടയിൽ കൂടെ ആയിട്ട് പോകുന്നത്. പൊന്മുടി ഡാമാണ്. പകൽ വരുമ്പോൾ നോക്കാം. അങ്ങനെ ഫൈനലി കുറേ കറങ്ങി തിരിഞ്ഞ് രാജാക്കാട് എത്തി കേട്ടോ. വന്ന വഴിയൊക്കെ ബ്ലോക്കായിരുന്നു. അതായത് നേരിമംഗലം ഫോറസ്റ്റിന് മുമ്പ് ഒരു നേരിമംഗലം പാലമുണ്ട്, അവിടെ നല്ല ബ്ലോക്ക് കിട്ടി. അവിടെ ഒരു 1/4 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങ് പോന്നപ്പം ഇങ്ങോട്ട് എത്താനായപ്പോഴത്തേക്കും വന്ന വഴിയിലൊരു മരം വീണിട്ട് അങ്ങനെ ബ്ലോക്ക് ആയിരുന്നു. പൊന്മുടി ഡാമിൻ്റെ മണ്ടയിൽ കൂടെ ഒക്കെ വന്നത്. ഈ ബസ്സിനാട്ടോ നമ്മൾ വന്നത്. ദിവന്മാർ ഇവിടെ നിർത്തി. ഇതാണ് രാജാക്കാട് ടൗണ്. ചായയും പരിപ്പോടേയും പറഞ്ഞ് അമ്മമാർ വരാൻ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ ചായയും പരിപ്പോടെ അടിക്കാന്ന് വിചാരിച്ചു കേട്ടോ. രാജാക്കാട് ടൗണ് അങ്ങോട്ട് ഇങ്ങനെ നീണ്ടു കിടപ്പുണ്ട്. അവരെത്തിയിട്ടുണ്ട്. ഓക്കെ, ആ കിടക്കുന്ന വണ്ടിയാണ് അവരുടെ. ഗുഡ് മോർണിംഗ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെയായി. അത്യാവശ്യം നല്ല മഴ തന്നെയാണ് ഇപ്പോഴും. ഇപ്പം 6:15 ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് എണീറ്റാണ്. ഇന്ന് നമ്മൾ എവിടെയെങ്കിലും ഗ്യാപ്പ് റോഡൊക്കെ പോകാനാണ് പ്ലാന്. മഴയും ക്ലൈമറ്റൊക്കെ നോക്കിയിട്ട് പോകാൻ പറ്റുന്ന ലൊക്കേഷനിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. ഇനിയുള്ള കുറച്ച് വീഡിയോസ് നമ്മുടെ ഈ ഇടുക്കി ട്രിപ്പിൻ്റെ ഒരു വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാണ് ഇന്നലെ നമ്മൾ താമസിച്ച ലൊക്കേഷനും കേട്ടോ. ഫുള്ള് ഏലത്തോട്ടമാണ് ഇതിന് ചുറ്റും വരുന്നത്. നമുക്ക് പകൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. അവിടെ എല്ലാം ഏലത്തോട്ടമാണ് വരുന്നത്. അങ്ങനെ പള്ളി കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരാളും കൂടെ ഉണ്ട്. ഇത് ജിയോ. ഞങ്ങൾ ഒരുമിച്ച് മംഗലാപുരത്ത് പഠിച്ച് അവിടെ കുറച്ചാളുണ്ടായിരുന്നതാണ്. ഇപ്പോൾ യശോദ ഹോസ്പിറ്റലിൽ, ഹൈദരാബാദ് യശോദയിലായിരുന്നു. റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റാണ്. അവിടെ നിന്ന് ഇപ്പം ഇങ്ങോട്ട് പോന്നു. ഇപ്പോൾ വീട്ടിലിങ്ങനെ നടക്കുന്നത്. ഇത് ഏടാ ഈ കോളേജിന്റെ പേര് സാൻജോസോ? സാൻജോ കോളേജിലായിരുന്നു പള്ളിയിൽ വന്നത്. ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നു. റോഡൊക്കെ ഭയങ്കര ശോകമാണ്. നമ്മളിപ്പോൾ രാജാക്കാട് വേണമെങ്കിൽ പോകാം. ഇവിടുന്ന് ഇപ്പൊ തന്നെ രാജാക്കാട് കടന്ന് ട്രിപ്പിൾ വാട്ടർ ഫാൾസ് ഒക്കെ പോയാലോ? അപ്പുറത്തെ മലയിലൊക്കെ ഫോർവേഡ് കിടപ്പുണ്ട് കേട്ടോ. എടാ ഇവിടെ കണ്ടല്ലേ ഏതൊരു സിനിമ ഷൂട്ട് ചെയ്തേ? ആടിന്റെ ലൊക്കേഷനാണ് കേട്ടോ ഇത് വരുന്നത്. ഇവിടെ മെയിനായിട്ട് ഏലകൃഷിയാണ്. അവിടെ ഇടുക്കിയിൽ മെയിനായിട്ട് തേയിലയും ഏലമാണ്. ജിയോ ഉണ്ട്, ഏലത്തോട്ടത്തിന്റെ ഓണറാണ്. എത്ര ഏക്കറുണ്ട്? എളിമയുള്ള ഇവിടെ ഈ നമ്മൾ ഈ ഇങ്ങോട്ട് പോകുന്ന വഴിക്കുണ്ടല്ലോ, ചെല്ലപ്പൻ ചേട്ടന്റെ കാടെന്ന് പറയുന്നത് 150 ഏക്കർ ഏലത്തോട്ടം. അടിപൊളി പുള്ളിക്ക്. ഓക്കെ. ഇവിടെ ഈ ജംഗ്ഷനിലാണ് നമ്മുടെ ആട് 1-ന്റെ അല്ലടാ, ആട് 1-ന്റെ പോലീസ് ചെക്കിംഗ് ആയിട്ട് നടക്കുന്ന ഷൂട്ട് ചെയ്ത് ഈ ജംഗ്ഷനായിരുന്നു കേട്ടോ. 150 ഏക്കർ കണ്ടിന്യൂസ് ഏലക്കാടാട്ടോ. എന്റെ മോനെ ഈ വമ്പ മരങ്ങളൊക്കെ നോക്കടാ. നീ എന്നാ എടാ ഇതിനുള്ളിൽ കൂടി ഈ എരമ്പ് മറ്റേ വെയിലധികം അടിക്കാതിരിക്കാനല്ലേ ഈ മരങ്ങൾ വെച്ചേക്കുന്നത്? ഷെയ്ഡ് വേണം അല്ലേ? കൊള്ളാൻ പാടില്ല. ഇതിന്റെ സീസണൊക്കെ എങ്ങനെയാണ് വരുന്നത് ഏലത്തിന്റെ? മെയിൻ സീസൺ വരുന്നത്, ഏലം വെക്കുന്ന സീസൺ ആണെങ്കിൽ ഓഗസ്റ്റിൽ ഏലം വെക്കും. അത് കഴിഞ്ഞിട്ട് ഏലം വെക്കും. ഏറ്റവും കൂടുതൽ വിളവെടുപ്പ് നടക്കുന്നത് നവംബറിലല്ലേ? ഏറ്റവും ടോപ്പ് വിളവെടുപ്പ് നടക്കുന്നത്. പക്ഷെ ആ ഒരു ടെമ്പറേച്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളങ്ങനെ ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കുരിശു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറിയ ചാപ്പലുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ. മഴയായതുകൊണ്ട് ഫുള്ള് ഫോഗ്, മലയെല്ലാം ഫോഗ് അടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. എടാ അത് ഡാമിൻ്റെ വല്ല റിസർവോയറാണോ? ഏത്? പൊന്മുടി ഡാമിൻ്റെ റിസർവോയർ അത്. എന്താ വ്യൂ എന്ന് നോക്കിയേ. നമുക്കിവിടെ ഇതൊരു വലിയൊരു പാറയാണ്. നമുക്കിവിടെ വരെ വണ്ടി കൊണ്ട് വരാം. സംഭവം സെറ്റ് വ്യൂ ആണ് ഇവിടുന്ന്.
പൊന്മുടി ഡാം ഇവിടുന്ന് അടുത്താണ്. പിന്നെ ഇവിടെ നമുക്ക് റിസർവർ ആണ്, അതുപോലെ തന്നെ ഇവിടെ വെള്ളമൊക്കെ കെട്ടി കിടക്കുന്നതാണ്. പൊന്മുടി ഡാം ആ ഭാഗത്താണ്ടാണ് വരുന്നത്. ഇത് ഒരു റിസോർട്ടാണ് ഇതിൻ്റെ ബേക്കിൽ കാണുന്നത്. ഇവിടെ താമസിക്കാൻ നല്ല വ്യൂ ആയിരിക്കും. പക്ഷെ ഇങ്ങോട്ടൊന്നും, ഇത് രാജാക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്, ആനപ്പാറയാണിത്. രാജാക്കാട് എന്ന് പറയുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ മൂന്നാറിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. എനിക്കൊന്നൊരു 10-20 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അധികം ആൾക്കാരൊന്നും ഇവിടെ അങ്ങനെ അധികം ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് വരുന്നതേ ഉള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനിയും റിസോർട്ടുകളുണ്ടോടാ? അങ്ങോട്ടൊരു പണ്ടൊരു റിസോർട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം പൊട്ടി. എൻ്റെ പേരെന്നാ? ഇനി നേരെ ഒരു വഴിയുണ്ടപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒന്ന് നടന്നു നോക്കാൻ വേണ്ടി ചാടിയാണ്. ഞാനൊരു പോയിന്റ് എക്സിൽ ഇട്ടിട്ട് എടുക്കുന്നുണ്ടോ, വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എൻ്റെ വ്യൂ നോക്കിയേ, ഈ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അധികം ആൾക്കാരൊന്നും അറിയാത്തൊരു സ്ഥലമാണ്. ഇങ്ങനെ ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇടുക്കിയിലുണ്ട്. ഇടുക്കിയിൽ എവിടെ നോക്കിയാലും നല്ല കാഴ്ചകളൊക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു എന്തെങ്കിലും മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ മണ്ണിടിച്ചിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് വഴി ബ്ലോക്ക് ആവാം, അങ്ങനെ കുറേ ചാൻസസ് ഉണ്ട്. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കൊക്കെ പോകണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. അതൊക്കെയാണ് ആകെയുള്ളൊരു പ്രശ്നം. പിന്നെ കറണ്ട് പിന്നെ മഴക്കാലത്ത് പിന്നെ SOS ആണ്. ഇടയ്ക്ക് കിട്ടി അങ്ങനെയാണ് അവസ്ഥയിൽ. അല്ലാതെ എവിടെ പോയാലും അടിപൊളി കാഴ്ചകളൊക്കെ ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. ഏത് ലോക്കൽ റൂട്ടിൽ പോയി കഴിഞ്ഞാലും നല്ല വ്യൂ ആയിരിക്കും. അത് പൊന്മുടി ഡാമിൻ്റെ എന്താ ഒരു സൈഡിൽ വരുന്നല്ലേ? ഓക്കെ. നമ്മളൊന്ന് ഇന്നലെ വണ്ടിക്ക് വന്ന ഇതൊന്നും അല്ലല്ലോ. അതന്നെ, ഇതിന് മേലെ കൂടെ വണ്ടി വരുന്നത്. അപ്പോൾ ഇതാണ് പൊന്മുടി ഡാം ശരിക്ക്. അടുത്ത റിപ്പിൾ വാട്ടർഫോൾസ്. അതിവിടുന്ന് കുറേ ദൂരം ഉണ്ടോടാ? 5 കിലോമീറ്ററോ? 5 കിലോമീറ്റർ. നമ്മൾ വേറെയും കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളെല്ലാം അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ.